ഗായ്സ്, കുറെ ആയി നിങ്ങൾക്ക് ഒരു ഗീവ് അവേ സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ആക്കാന്ന് വെച്ചാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. ഇതാണ് നമ്മുടെ 4 ക്യൂട്ട് ബുക്സ് ആണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതും പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാണെന്നുള്ളതും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഇന്ന് ഫെബ്രുവരി 23 മുതൽ മാർച്ച് 7 വരെ ആയിരിക്കും ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ്. അപ്പം എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ക്രോഷ്യയിലോട്ട് കിടക്കാം. ഇവിടെ ഈ യാണും ഒരു 15 റുപ്പീസിന്റെ യാണായത് ബേസിക് ആയിട്ട് പഠിക്കാനായിട്ട്. പിന്നെ 2mm ഹുക്കുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ യാണൊന്ന് നേരെ സ്റ്റെഫായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുക്കുക, യാണിന്റെ ബാക്കിൽ കൂടെ കൊണ്ടുപോവുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഹോള് ക്രിയേറ്റ് ആവും. അപ്പോൾ ഒന്നുകൂടെ പറയാം, യാൺ സ്റ്റെഫായിട്ട് പിടിക്കുക, എന്നിട്ട് നമ്മുടെ ഹുക്ക് യാണിന്റെ ബാക്കിലൂടെ കൊണ്ടുപോവുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു നോട്ട് അവിടെ ക്രിയേറ്റ് ആയി. എന്നിട്ട് നേരെ ഈ ഹുക്കിന്റെ പുറത്തൂടെ ഈ യാൺ ഇങ്ങനെ വെച്ച് ആ ഹോളിനകത്തൂടെ പുള്ളി ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സ്ലിപ്പ് നോട്ട് ഇവിടെ റെഡിയായി. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതെല്ലാം ഒന്നെടുക്കുക, യാണൊന്ന് സ്റ്റെഫായിട്ട് പിടിക്കുക, ഹുക്ക് യാണിൻ്റെ ബാക്കിലൂടെ കൊണ്ടുപോവുക, ഒരു ട്വിസ്റ്റ് കൊടുക്കുക, അപ്പോൾ ഒരു ഹോള് ക്രിയേറ്റ് ആവുക. എന്നിട്ട് ഈ ഹുക്കിൻ്റെ പുറത്തൂടെ ആ യാണൊന്ന് വെച്ചിട്ട് ആ ഹോളിനകത്തൂടെ ഒന്ന് പുള്ളി ചെയ്ത് പിടിക്കുക. ഒത്തിരി വലിച്ചു പിടിക്കരുത്, ഈ ഹോള് ഭയങ്കര ചെറുതായി പോകും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്ലിപ്പ് നോട്ട് റെഡിയായി. ഇനി ഇതേലാണ് നമ്മൾ ഈ ചെയിൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യുക. അതായത് ഈ ഹോളിനകത്തൂടെ വെച്ചിട്ട് യാൺ ഹുക്കിൻ്റെ പുറത്തൂടെ ഒന്ന് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ആ ഹോളിനകത്തൂടെ ഒന്ന് പുള്ളി ചെയ്തെടുക്കുക. ഇതേ പ്രോസസ്സ് നമ്മൾ ടോട്ടൽ 65 ചെയിൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ട് ചെയ്ത് തന്നെ പോവുക. ഇവിടെ ഇപ്പം നമ്മൾ 3 ചെയിൻസ് ക്രിയേറ്റ് ആയി, അതുപോലെ 65 ചെയിൻസ് ആണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ഒരു സ്പീഡ് കിട്ടത്തില്ല. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയൊന്നും പോകരുത്. ട്രസ്റ്റ് ദ പ്രോസസ്സ്, അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആദ്യം ഒന്നും കറക്റ്റായിട്ട് ഈ ഹുക്കും ഈ യാണും ഒന്നും നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല, ബട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 65 സ്റ്റിച്ചസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഈ ചെയിൻസിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. ബേസിക്കലി 63 ആണ്. 2 എണ്ണം നമുക്ക് എക്സ്ട്രാ അത് വഴിയേ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇതിന് നല്ല ക്ഷമ വേണം, അത്യാവശ്യം ടൈം എടുക്കും. ഇപ്പം ഞാനൊരു 1 അവർ 2 അവർ എന്തോ എടുത്തിട്ടാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തത്. ഒറ്റ ഇരിപ്പിനാണെങ്കിൽ അങ്ങനെ. അപ്പം ഇടയ്ക്ക് മടുപ്പൊക്കെ തോന്നും, പക്ഷേ ഇട്ടിട്ട് പോകാണ്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 65 നോട്ട്സ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ആ ലാസ്റ്റ് 2 നോട്ട്സ് നമ്മളിവിടെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതല്ലാണ്ട് 63rd നോട്ടിലോട്ടാണ് അടുത്തത്. ഇതുപോലൊന്ന് യാൺ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് 63rd നോട്ടിലോട്ടാണ് അതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്തിട്ട് ആ പുറത്തുള്ള യാൺ വീണ്ടും ഈ ഇൻസേർട്ട് ചെയ്ത് 63rd ഹോളിനകത്തൂടെ പുള്ളി ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ഹുക്കിൽ ഇതുപോലെ 3 ചെയിൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ കറക്റ്റ് പ്രോസസ്സ്. ഓക്കെ, നമ്മൾ ചെയ്തത് ശരിയാണെന്ന് അറിയാനായിട്ട് ഹുക്കിൽ ഇതുപോലെ 3 ചെയിൻസ് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഈ യാൺ ആദ്യത്തെ 2 ഹോളിനകത്തൂടെ മാത്രം ഒന്ന് പുള്ളി ചെയ്യുക. എന്നിട്ട് നോക്കുമ്പം ഹുക്കിൽ 2 ചെയിൻസ് ഉണ്ടാവും. വീണ്ടും ഇതേപോലെ യാൺ വെച്ചിട്ട് ഈ 2 ചെയിൻസിനകത്തൂടെ ഒന്ന് പുള്ളി ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ ഇവിടെ റെഡിയായി. ഇതേ പ്രോസസ്സിലാണ് നമ്മൾ ഈ ഫുൾ സ്റ്റെപ്പും ചെയ്തു പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ 65 ചെയിൻസ് കംപ്ലീറ്റ് ആക്കും. ഈ 65th ചെയിനിൽ നിന്ന് നമ്മുടെ ഹുക്കയിലോട്ട് ആ യാൺ ഒന്ന് സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് യാൺ പുറത്തുകൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ 63rd സ്റ്റിച്ചിനകത്തോട്ടാണ് അതങ്ങനെ വെച്ച് ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തുനിന്ന് ആ യാൺ ആ 63rd സ്റ്റിച്ചിനകത്തോട് പുള്ളി ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മുടെ ഹുക്കിൽ ഇതുപോലെ 3 ചെയിൻസ് ഉണ്ടാവും. എന്നിട്ട് വീണ്ടും ആ യാൺ അങ്ങനെ പുള്ളി ചെയ്യുക. ആദ്യത്തെ 2 ഹോളിനകത്തൂടെ കൊണ്ടുവരിക. എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹുക്കിൽ ഇതുപോലെ 2 ചെയിൻസ് കാണും. വീണ്ടും സെയിം പ്രോസസ്സ്. ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ആ 2 ചെയിൻസിനകത്തൂടെയും കൊണ്ടുവരിക. അപ്പം നമ്മുടെ ഡബിൾ ഹാഫ് ക്രോഷേ ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ എല്ലാ നോട്ടിനകത്തൂടെ, അതായത് 63 എണ്ണത്തിനകത്തൂടെയും കൗണ്ട് ചെയ്ത് നമ്മൾ ചെയ്യണം. ഇടയ്ക്ക് വെച്ച് തെറ്റി പോകരുത്. അതുകൊണ്ടാണ് കൗണ്ട് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചും വിട്ടുപോകാതെ ഫുൾ പ്രോസസ്സ്
ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ശ്രദ്ധ ചെയ്താൽ മതി, യാണിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി പോകും ഇടയ്ക്കിടയ്ക്ക്. അപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിപ്പോയെന്ന് തോന്നിയാൽ നമ്മുടെ ആ യാണിൻ്റെ ആ ടിപ്പ് ഒന്ന് പുള്ളി ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഈ സ്റ്റിച്ച് ഓരോന്നോരോന്ന് അഴിഞ്ഞഴിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് ഒന്നേന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് അങ്ങനെയൊക്കെ സംഭവിക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഇത് ഇച്ചിരി ടൈം നമ്മളിവിടെ 63 ചെയിൻസും കംപ്ലീറ്റ് ചെയ്ത് ഈ ടിപ്പിൽ കൊണ്ടുവന്നു. നമ്മൾ എപ്പോഴും റൈറ്റ് ടു ലെഫ്റ്റ് ആ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സാധനം റൈറ്റ് ഹാൻഡിലോട്ട് അങ്ങനെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് മുമ്പേ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ വീണ്ടും ഫോളോ ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലുള്ള സ്റ്റിച്ചിനകത്തൂടെ ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അതും ഫസ്റ്റ് സ്റ്റിച്ച് ലീവ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിനകത്തോട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഇതുപോലെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിനകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് പുള്ളി ചെയ്യുക. വീണ്ടും നമ്മുടെ ഹുക്കിൽ 3 ചെയിൻസ് ഉണ്ടാവും. അപ്പം വീണ്ടും ആദ്യത്തെ രണ്ടിനകത്തൂടെയും പുള്ളി ചെയ്യുക. പിന്നെ വന്ന രണ്ടിനകത്തൂടെ ആ യാൺ പുള്ളി ചെയ്തെടുക്കുക. നമ്മൾ മുമ്പേ ചെയ്ത ആ പ്രോസസ്സ് തന്നെ, പക്ഷെ സ്റ്റിച്ച് ഇങ്ങനെ മേളിൽ നിന്ന് നോക്കണമെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു ഹോളിനകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് ഒന്ന് പുള്ളി ചെയ്യുക. ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇവിടെ ഫുൾ ഈ ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ പരിപാടിയാണ് ഫുള്ളായിട്ടും ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ടോട്ടലി ഒരു 3 ചെയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് എത്ര ചെയിൻസ് വേണമെങ്കിലും, അതായത് എത്ര റൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ടോട്ടൽ 3 ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ 3 ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു വിഡ്ത്ത് കൂടി വരും. നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 3rd റൗണ്ടാണ്. വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് യാൺ ഓവർ ചെയ്യുക. മേളിൽ നിന്ന് നോക്കി രണ്ടാമത്തെ സ്റ്റിച്ചിനകത്തൂടെ ഒന്ന് പുള്ളി ചെയ്തെടുക്കുക. വീണ്ടും ഒന്ന് യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ 2 ഹോളിനകത്തൂടെ പുള്ളി ചെയ്തെടുക്കുക. പിന്നെ മിച്ചം വരുന്ന 2 ഹോളിനകത്തൂടെ വീണ്ടും പുള്ളി ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പ്രോസസ്സ് ഇതേപോലെ തന്നെ പയ്യെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യുക. ആക്ച്വലി ഈ ക്രോഷ്യ ബോ ചെയ്യാൻ പല രീതിയുണ്ട്, പല പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ ഉള്ളതിൽ സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. കാരണം ആദ്യം മുതലേ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരാനില്ല. ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന്, അതായത് റൗണ്ട് 2 നമ്മൾ എടുക്കുമ്പം ഒന്ന് കൗണ്ട് ചെയ്യണം, എത്രയും ഫുൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളതൊന്ന് കൗണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ആ കൗണ്ടിങ്ങിൻ്റെയും കൂടെ ആവശ്യമില്ല. പക്ഷെ ശ്രദ്ധിച്ച് എല്ലാ സ്റ്റിച്ചിനകത്തൂടെ കയറ്റി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഒന്ന് പുള്ളി ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഫൈനൽ കംപ്ലീറ്റ് ചെയ്യാറായി. ഞാൻ ആകെ 3 റൗണ്ട്സേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും ആവാം. 5 റൗണ്ട്സ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചും കൂടെ നമ്മൾ സ്ഥിരം പരിപാടിയിൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഒരു പണി ചെയ്യുന്നുണ്ട്, സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്ത് പുള്ളി ചെയ്ത് വരുന്ന ആ പോർഷൻ. ഇതിപ്പോൾ എൻ്റെ ഹുക്കിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട് ഞാനൊന്ന് പുള്ളി ചെയ്തെടുക്കാം. നിങ്ങളുടെ ഹുക്കിനകത്ത് തന്നെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇത് വെച്ചിട്ട് കൺഫ്യൂഷൻ ആക്കാൻ പോവല്ലേ. അപ്പോൾ ജസ്റ്റ് ആ ഹുക്ക് അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നോർമലായിട്ട് ആ യാണൊന്ന് അകത്തൂടെ പുള്ളി ചെയ്തെടുക്കുക. ഇതുവരെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഹോളിനകത്തൂടെ ആ യാൺ അങ്ങ് പുള്ളി ചെയ്ത് അത്യാവശ്യം നീളത്തിനങ്ങ് പുള്ളി ചെയ്യുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു കെട്ട് വീഴുന്ന പോലെ കട്ട് ചെയ്തിട്ട് ആ ലെങ്ത് ഒന്ന് നമ്മൾ യാണൊന്ന് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു നോട്ട് വീണു, മീൻസ് അത് അവിടെ സെക്യൂർ ആയിന്ന്. എന്നിട്ട് ആ 2 എൻഡിലെയും ആ എക്സ്ട്രാ വന്ന ആ യാൺ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ബോ ഉണ്ടാക്കാനുള്ള ചെയിൻ ഇവിടെ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബോ ഉണ്ടാക്കാം. ഞങ്ങളുടെ നേരെ വെക്കുക, 2 സൈഡിൽ നിന്നും ഇതുപോലെ ക്രോസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ യാൺ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണ്ട തിക്നെസ്സിൽ അത് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിലൊന്ന് ഒരു കെട്ടിട്ട് കൊടുത്ത് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് ഏതെങ്കിലും ഒരു ക്ലിപ്പിലോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അലിഗേറ്റർ ക്ലിപ്പ് ആയിരിക്കും ബെറ്റർ. എൻ്റെ അലിഗേറ്റർ ക്ലിപ്പില്ലായിരുന്നു, ഞാൻ നോർമൽ നമ്മുടെ ക്ലിപ്പിലാണ് ഇത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോസസ്സ് സിമ്പിൾ അല്ലേ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണേ. അപ്പം അതങ്ങോട്ട് ഉണ്ടാക്കുക, നേരെ നമ്മുടെ തലയിൽ എടുത്ത് വെക്കുക. ഒരു പൂക്കി ക്യൂട്ട് വൈബിൽ നമുക്ക് ഇവിടെ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. പിന്നെ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.